വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് കാട്ടുതീ പോലെ പടരുന്നു. ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ആക്രമിക്കപ്പെട്ട നടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക, അതും നടിയുടെ പേര് കൂടി ചേർത്തുകൊണ്ട്. അപ്പോഴും നടി ആരാണെന്ന് സംശയത്തിലായിരുന്ന മലയാളികൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി അങ്ങ് ക്ലിയർ ആവുകയായിരുന്നു. പോസ്റ്റ് ഇട്ട നടനെ മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് വിളിക്കുകയും സ്റ്റേഷനിൽ ഹാജരാകാൻ അറിയിക്കുകയും ചെയ്തു. നടിയുടെ പേര് കൂടി പോസ്റ്റിൽ ചേർത്തു. അറിയാതെ പറ്റിപ്പോയ തെറ്റ് വളരെ വേഗം തിരുത്തി ആ നടിയോടും ക്ഷമ ചോദിച്ച ആ ഒരു നടൻ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. അപ്പോഴും വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രം അഭിനയിച്ചിരുന്ന ആ നടനെ അതിവേഗം ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും ഈ ഒരു തെറ്റുതിരുത്തലിലൂടെ ഒരുപാട് ആളുകളുടെ പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്ത ആ നടന് അവിടെ നിന്നും തുടങ്ങിയ വിജയം ഇന്നോളം നിലനിൽക്കുന്നു എന്നത് മലയാളികൾ കാണുന്ന പച്ചയായ വസ്തുത. ഒരുപാട് കഥാപാത്രങ്ങളൊന്നും വേണ്ടാതെ തന്നെ വെള്ളിമൂങ്ങ എന്ന സിനിമയിലൂടെ അവതരിപ്പിച്ച ഒരേ ഒരു കഥാപാത്രം മാത്രം മതി മലയാളികൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ആ പേര് പറയുവാൻ. അതെ, നമ്മുടെ മാമച്ചന്റെ സന്തത സഹചാരി ആന്റണിയായി മലയാളികളെ കൂടുകൂടെ ചിരിപ്പിച്ച അജു ചേട്ടൻ. അതെ, മലയാളികളുടെ സ്വന്തം അജു വർഗീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ സ്വന്തം അജു ചേട്ടന്റെ വീട്ടിലേക്ക് തന്നെ. അജു ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി ഞാൻ കൃത്യമായി പറയാം. എറണാകുളം കൊച്ചിൻ യൂണിവേഴ്സിറ്റി റോഡ് കയറി 15 മിനിറ്റോളം മുന്നിലേക്ക്, അവിടെ നിന്നും റൈറ്റിലേക്ക് തിരുനിലത്ത് റോഡ് തിരിയുന്നു. തിരുനിലത്ത് റോഡ് കയറി നേരെ മുന്നിലേക്ക് പോകുമ്പോൾ ആ റോഡ് ചെന്നെത്തുന്ന അവസാനത്തെ വീടാണ് നമ്മുടെ അജു ചേട്ടന്റെ വീട്. ഒരു നടൻ, ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ, ഡിസ്ട്രിബ്യൂട്ടർ, എന്തിനേറെ പറയുന്നു ഒരു ഗായകൻ. മലയാള സിനിമയിൽ അജു ചേട്ടൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. 2010 HSBC എന്ന കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തി. സിനിമാ അഭിനയം ആഗ്രഹമായിരുന്നുവെങ്കിലും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആദ്യ സിനിമയിലൂടെ തന്നെ തുടർന്നുള്ള 15 വർഷക്കാലവും ജീവിതത്തിൽ പകരം വഹിക്കുവാനില്ലാത്ത ഉയർച്ചയ്ക്ക് കാരണമാകുമെന്ന്. ജോലി രാജിവെച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്താകും ഭാവി എന്നറിയില്ല. എന്നിരുന്നാലും കാട് വെട്ടിത്തളിച്ചായാലും ജീവിക്കാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാജിവെക്കുക എന്നതിൽ അധികം ചിന്തിക്കേണ്ടതായി വന്നില്ലെന്ന് എല്ലാ ഇന്റർവ്യൂസിലും നമ്മുടെ അജു ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അജു വർഗീസ് എന്ന സൂപ്പർ നടനെ കുറിച്ച് ആളുകളോട് അന്വേഷിച്ചുകൊണ്ടുള്ള ഈ യാത്ര അങ്ങനെ ഒടുവിൽ നമ്മുടെ അജു ചേട്ടന്റെ വീടിന് മുന്നിൽ എത്തിക്കുകയായിരുന്നു. പുതുപ്പറമ്പിൽ ഹൗസ്. 5ലേറെ വീടുകളുള്ള അജു ചേട്ടൻ ഇപ്പോൾ താമസിക്കുന്ന വീടാണിത്. ഷൂട്ടിന് പോകുവാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ 5 വീടുകളിലും അദ്ദേഹം മാറി മാറി താമസിക്കുകയാണ്. നടന്റെ ആഡംബര ജീവിതം സ്ഥിരമായി ചർച്ചയാകാറുണ്ടെങ്കിലും അതൊന്നും തന്റെ കഴിവുകൊണ്ട് മാത്രമല്ല. എന്നെ ആദ്യം സിനിമയിലേക്ക് വിളിച്ച വിനീത് ശ്രീനിവാസൻ ഇരിക്കട്ടെ, അതിന്റെ ക്രെഡിറ്റ് എന്ന് ഒരു അഹങ്കാരവുമില്ലാതെ അജു ചേട്ടൻ പറയുമ്പോൾ വന്ന വഴി മറന്നു സംസാരിക്കുന്ന സെലിബ്രിറ്റികൾക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് മാത്രം പറയുന്നു. വിനീതേട്ടൻ ഒരു നിമിത്തമായിരുന്നു. എന്നിരുന്നാലും സിനിമയിലേക്ക് വരണമെന്ന അജു ചേട്ടന്റെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. അത് എടുത്തു പറയുവാൻ കാരണമുണ്ട്. സെന്റ് തോമസ് കോൺവെന്റ് പാലക്കാട്, എറണാകുളം ഭവൻസ് ആദർശ് വിദ്യാലയം, രാജഗിരി ഹൈസ്കൂൾ കളമശ്ശേരി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ഇക്കാലയളവ് മുതൽ കലാപരിപാടികളിൽ വളരെ വളരെ സജീവമായി പ്രവർത്തിച്ചു. പിന്നീട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദം സ്വന്തമാക്കി. ശേഷം ചെന്നൈ HSBC ബാങ്കിൽ ജോലി ചെയ്തു പോന്നു. അവിടെ നിന്നും വളരെ വേഗം സിനിമയിലെത്തി. അഭിനയത്തിൽ ഒരു കഴിവ് അജു ചേട്ടൻ ഉണ്ടെന്ന് നല്ല തിരിച്ചറിവോടുകൂടി കൂട്ടുകാരനായ വിനീതേട്ടൻ അദ്ദേഹത്തെ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവല്ലോ. അവിടെ നിന്നും അജു ചേട്ടന് ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ ആവശ്യം ഉണ്ടായിട്ടേയില്ല. ഒരു വീട് എന്നതിൽ നിന്നും 5 വീടുകൾ. 2024 അഗസ്തീനയെ വിവാഹം കഴിക്കുന്നു. 4 കുട്ടികളുടെ അച്ഛനാകുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. 6 കാറുകൾ സ്വന്തമാക്കുന്നു. അങ്ങനെ മലയാളികൾ കണ്ട അജു ചേട്ടന്റെ അർഹതയുള്ള ഉയർച്ച തന്നെയായിരുന്നു ഇതെല്ലാം. ഞാനും വളരെയധികം വൈറലാകുവാൻ ശ്രമിക്കാറുണ്ട്, എന്നാൽ എല്ലാം ചീറ്റിപ്പോകാറാണ് പതിവ്. ഒരു ഇന്റർവ്യൂയിലൂടെ അജു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുവാൻ കാരണമെന്ന് മലയാളികൾ കണ്ടറിഞ്ഞ ആ വീഡിയോ ഇതായിരുന്നു. சில கேள்விகளுக்கு சீக்கிரமா பதில் கிடைக்கிறதில்ல. காலையிலிருந்து குடிச்சேன், சந்திச்சேன்.
പറഞ്ഞതുപോലെ തന്നെ മലർവാടിയിലൂടെ തുടക്കം, പിന്നെ അവിടെ നിന്നും മാണിക്കക്കല്ല്, സെവൻസ്, മയാമോഹിനി, ഡോക്ടർ ലവ്, തട്ടത്തിൻ മറയത്ത്, ഓം ശാന്തി ഓശാന, കിളിപോയി തുടങ്ങിയ സിനിമയിൽ നായകന്മാർക്ക് തുല്യം കയ്യടി നേടിയ കഥാപാത്രങ്ങൾ അഭിനയിച്ചുകൊണ്ട് അജു ചേട്ടൻ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോവുകയായിരുന്നുവല്ലോ. കൃത്യമായി പറഞ്ഞാൽ 136 സിനിമകൾ, 6 ഷോർട്ട് ഫിലിംസ്, 3 വെബ് സീരീസ്. ജീവിതത്തിൽ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ സിനിമയിലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ ഉയർച്ച കണ്ടുകൊണ്ട് അതിന്റെ അനുകരണം എന്നോണം കുറച്ച് യുവ നടന്മാർ എത്തുമ്പോൾ എന്നെ ആരും അനുകരിക്കരുത്, സംഗതി ദിശ മാറി ഒഴുകിയാൽ അതിൽ എന്റെ പേരും വരരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന അജു ചേട്ടനെ കാണുമ്പോൾ മലയാളികളായ നമ്മൾ ഓരോരുത്തരും ഓർത്തിരുന്നു പോകും. ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്തായാലും ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാത്തതിനാൽ ആഗ്രഹിക്കാത്തതെല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിച്ച നമ്മുടെ അജു ചേട്ടന്റെ എറണാകുളത്തുള്ള വീടും നിങ്ങളെ കൂടി കാണിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷം. യാത്ര അവസാനിക്കുന്നില്ല. പെട്ടെന്നൊരു നെഞ്ചുവേദന, സഹായിക്കുവാൻ ആരുമില്ല. സ്വന്തമായി കാർ എടുത്ത് ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ കാർ നേരെ മതിലിലേക്ക് ഇടിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്ത മലയാളത്തിലെ ഒരു സൂപ്പർ നായകൻ. ഇതുവരെ ആരും ഷൂട്ട് ചെയ്യാത്ത അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഒത്തിരി പുതിയ വിശേഷങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആരാണ് ആ നടനെന്നും അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തിന്റെ വീടിനകവുമെല്ലാം നമുക്ക് കാണണം. അതുവരെ ശുഭദിനം.